സൂക്ഷിക്കണം എന്ന് പറഞ്ഞല്ലേ? എടി നീ എന്തിനാണ് പേടിക്കുന്നത്? നമ്മളായിട്ടൊരു പ്രശ്നത്തിന് പോകുന്നില്ലോ അല്ലേ? അതൊന്നുമല്ല എന്റെ അക്ബറെ, ആ രഞ്ജന് നിന്നോടാണ് വൈരാഗ്യം. അതെന്താ നിനക്ക് മനസ്സിലാവാത്തത്? എടാ അനൂപേ, അവന്മാരെ പുറത്ത് ഈ നാളെ കൊണ്ടുവന്നു, നമ്മൾ ഏറി പെരുമാറി. അതിലിപ്പോ എന്താണ് പ്രശ്നം? അല്ലേ? എടാ നീ എവിടേക്കെങ്കിലും ഒന്ന് മാറ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ജീവനും ഇവിടെ ഇല്ല. ഈ ചീള് കേസിനൊക്കെ ജീവനില്ലെങ്കിൽ എന്താ? മാക്രി, നീ മിണ്ടാണ്ടിരുന്നോ? അന്നിവിടെ ഇത്രയും പ്രശ്നം ഉണ്ടായപ്പോ നീ എവിടെയായിരുന്നു? അതെ അക്ബറെ, പറയുന്നത് കേക്ക്. എന്തേലും ചെയ്. തല്ലിന്റെ കാര്യത്തിൽ 3 തരക്കാരുണ്ട്. തല്ല് കൊള്ളുന്നോര്, തല്ല് കൊടുക്കുന്നോര്, പിന്നെ അത് കണ്ട് ഓടുന്നോര്. ഈ 3 തരക്കാരെ ഇന്നിവിടെ കാണാം. ആ അക്ബറിനെ രഞ്ജനൊന്ന് കണ്ടോട്ടെ. എന്റെ കർത്താവ് ഇതാവായിരുന്നു. പോലെ നമുക്കിവിടെ മാറി എന്നിട്ട് അടി കാണാം. അതെ, അതാണ് നമ്മുടെ നയം. അതെ അതെ. അവൻ വരുന്നുണ്ട്. അക്ബറെ, നീ എന്ത് വന്നാലും ഇവിടെ തന്നെ ഇരുന്നോണം. ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. വാടാ. സഖാക്കന്മാരെല്ലാരും ഉണ്ടല്ലോ. സഖാക്കന്മാരൊക്കെ ഇവിടെ തന്നെ ഉണ്ടോ? നിനക്കിപ്പോ എന്താ വേണ്ടേ? നിന്നോട് ഞാനൊന്നും പറഞ്ഞില്ല ഇഷ്ട. ഞാൻ ഇവരോടല്ലേ സംസാരിക്കണേ. രഞ്ജ, നിന്റെ അപ്പന്റെ കയ്യിലെ പണത്തിന്റെ ഉങ്ക് കാണിക്കാതെ പോ. നിന്റെ അപ്പന്റെ കയ്യിൽ പൈസ ഇല്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യണം ഇഷ്ട? രഞ്ജ, നീ പ്രശ്നം ഉണ്ടാക്കാതെ പോവാൻ നോക്കിയേ. നിനക്ക് സസ്പെൻഷൻ കിട്ടിയത് നിന്റെ കയ്യിലിരിപ്പുണ്ട. സസ്പെൻഷൻ അത് ഞങ്ങൾക്ക് ഒരു ആഘോഷോ? അവനും നിങ്ങളുടെ ചെയർമാനും കൂടെ ഞങ്ങളൊന്ന് ചൊറിഞ്ഞായിരുന്നു. അവന്ന് മാന്തി തീർക്കണം. രഞ്ജ, ഒരേ സ്ഥലത്ത് ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് നമ്മൾ. എന്തിനാ വെറുതെ? ഒരുമിച്ച് നിൽക്കും. ഒരുമിച്ച് നിങ്ങൾ എല്ലാരും തല്ലി, നിനക്ക് അറിയാലോ. എന്നാൽ നിങ്ങളെ പോലെ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും. അത് തല്ലാനാണെങ്കിലും തല്ലുകൊള്ളാനാണെങ്കിലും. നീ ആള് കാണിച്ച് പേടിപ്പിക്കണ്ട. ആരെയും പേടിപ്പിച്ച് ഓടിക്കാനല്ല. ഇവിടെ നിങ്ങളും വേണം, ഞങ്ങളും വേണം, നമ്മളെല്ലാവരും വേണം. അങ്ങനെ എല്ലാവരും കൂടെ എന്താ എന്താ ഇവിടെ പ്രശ്നം? ഒന്നുമില്ല പക്ഷേ. ശരിയല്ലേ? ക്ലാസ് അല്ലേ? എന്നാലത് ഭയങ്കര മോശമായി പോയിട്ടാ. നിങ്ങൾ ഇത്രയും പേരുണ്ടായിട്ട്. അവസരം കിട്ടും. ഇവറ്റോളൊക്കെ ഒറ്റയ്ക്ക് കിടക്കുന്നവരല്ലേ, നമുക്ക് കാണിച്ചു കൊടുക്കടാ. അങ്ങനെ ഒറ്റക്ക് കിടക്കണവരൊക്കെ പുറകിൽ നോക്കിയിട്ട് നീ ഗസ്റ്റ് എന്ന് പറഞ്ഞ നടക്കട്ടാ. ഞാൻ വന്ന എന്നെയും കൂടെ അതിലിരുത്തി തള്ളിത്തരോ? നിർത്തിക്ക്. ഞാൻ എങ്ങനെയെങ്കിലും പോകുന്നുണ്ട്. കുറച്ചു നേരം കൂടെ നീയൊക്കെ അവിടെ നിന്നായിരുന്നെങ്കിലേ തൂക്കി എടുത്തോണ്ട് പോകായിരുന്നു. എടി നിന്നെ ഞാൻ. നിങ്ങൾ പോയിക്കോ. നിനക്കൊന്നും മിണ്ടാതിരുന്നൂടെ? അങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ലല്ലോ. അവന്മാരുടെ അഹങ്കാരം കണ്ടില്ലേ? ആട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് ചെയർമാന്റെ പ്രകടനം? അവന്മാർ കിടുങ്ങിപ്പോയി. എനിക്ക് അടിമടിയൊന്നും ഇഷ്ടമല്ല. മനസ്സമാധാനം എനിക്ക് ഏറ്റവും വലുത്. അവള് വലിയ സമാധാനക്കാരി. നല്ല രസമുണ്ടായിരുന്നു.